ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തിയ സംസ്ഥാനം ആസാം. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ടീസ്ത. ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമേത്? പശ്ചിമ ബംഗാൾ. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്? കൊൽക്കത്ത. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? ജാർഖണ്ഡ്. വൈദ്യുതിയുടെ ഉൽപാദനവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത്? ഒറീസ. ജനസംഖ്യാനുപാതത്തിൽ പട്ടികവർഗ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം? ഉത്തർപ്രദേശ്. മണി ഓർഡർ സമത എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയുള്ള സംസ്ഥാനമേത്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ഫ്രീ സംസ്ഥാനമേതാണ്? ഹിമാചൽ പ്രദേശ്. ജമ്മു കാശ്മീരിന്റെ ഭരണഘടന നിലയിൽ വന്നത് ഏതു വർഷം? 1957 ജനുവരി 26. ബ്രഹ്മപുത്ര ഇന്ത്യയിൽ പ്രവേശിക്കുന്ന സംസ്ഥാനമേത്? അരുണാചൽ പ്രദേശ്. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട സംസ്ഥാനമേത്? ത്രിപുര. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശമേത്? ഷിലോങ്. ചലോ ലോക് ഏത് സംസ്ഥാനത്തിലെ ആഘോഷമാണ്? അരുണാചൽ പ്രദേശ്. സിക്കിം സംസ്ഥാനം നിലവിൽ വന്നത് ഏതു വർഷമാണ്? 1975. മില്ലേനിയം സിറ്റി ഓഫ് ഒറീസ എന്നറിയപ്പെടുന്നത് ഏത്? കട്ടക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഛത്തീസ്ഗഡ്. ഇന്ദ്രാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഛത്തീസ്ഗഡ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല നിർമ്മിച്ചത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? റഷ്യ. വെരി ഇമ്പോർട്ടന്റ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് ശാല നിർമ്മിച്ചത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? റഷ്യ. കൽക്കരി നഗരം എന്നറിയപ്പെടുന്ന പട്ടണം ഏത്? ധാൻബാദ്. ഇന്ത്യയിൽ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച നക്സൽബാരി ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പാൽമിഴി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. പ്രാചീന കാലത്ത് ബ്രഹ്മർഷി ദേശം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? റൂർക്കി. തെഹ്രി ഡാം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. പഞ്ചാബ് സംസ്ഥാനം രൂപം കൊണ്ടത് ഏതു വർഷമാണ്? 1956. അമൃത്സർ നഗരം പണി കഴിപ്പിച്ച സിഖ് ഗുരു ആരാണ്? ഗുരു രാംദാസ്. കൽപ്പന ചൗളയുടെ ജന്മസ്ഥലം എവിടെയാണ്? കർണാൽ. വാഗ അതിർത്തി ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. ഗ്രാമദൂത് എന്ന ഇ ഗവേണൻസ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. സരിസ്ക കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്തിനകത്താണ്? രാജസ്ഥാൻ. ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്ന പട്ടണം ഏത്? സൂറത്ത്. ഹവാ മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജയ്പൂർ. കാർഗിൽ യുദ്ധം നടന്ന വർഷം? 1999. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന
ഹിമാചലിലെ പ്രദേശം ഏത്? ധർമ്മശാല. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എവിടെയാണ്? സിംല. മണിപ്പൂരുമായി അതിർത്തി പങ്കിടുന്ന അയൽരാജ്യം ഏത്? മ്യാൻമാർ. സാക്ഷരതയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? മിസോറാം. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. പ്രഭാത കിരണങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. ആസാം റൈഫിൾസ് സ്ഥാപിതമായത് എന്നാണ്? 1835. കിഴക്കിന്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന പട്ടണം ഏത്? ഗുവാഹട്ടി. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്ന് വിളിക്കുന്നത്? റാഞ്ചി. രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേതാണ്? ജാർഖണ്ഡ്. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചത്? ബീഹാർ. ഗോതമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്ധവിദ്യാലയം സ്ഥാപിതമായത് എവിടെയാണ്? അമൃതസർ. ദേശീയ രക്തസാക്ഷി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫിറോസ്പൂർ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം നടന്ന പൊക്രാൻ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത്? ഹരിയാന. ഹരിയാന സിംഹം എന്നറിയപ്പെട്ടത് ആര്? ദേവിലാൽ. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം? ബീഹാർ. ഖാബർ തണ്ണീർത്തടം ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി എയർപോർട്ട് എവിടെയാണ്? ഗുവാഹട്ടി. നാഥുല ചുരം ഏത് സംസ്ഥാനത്താണ്? സിക്കിം. ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡാർജിലിംഗ്. ഫറാക്ക അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്ത നഗരം ഏത്? കൊൽക്കത്ത. നന്ദൻ കാനൻ ബയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭുവനേശ്വർ. വെളുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? കർണാക് സൂര്യക്ഷേത്രം. നോ ജഗന്നാഥ ക്ഷേത്രം. വെളുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ജഗന്നാഥ ക്ഷേത്രം. കട്ടക് ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. ലക്നൗ ഏത് നദീതീരത്താണ്? ഗോമതി. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. കേന്ദ്ര ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിംല. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം? ജമ്മു കാശ്മീർ. കൃഷ്ണഗംഗ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ബാഗ്ര നൃത്തരൂപം പ്രചാരമുള്ള സംസ്ഥാനം ഏത്? പഞ്ചാബ്. ഇന്ത്യയുടെ ബൈസൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ലുധിയാന. രാജസ്ഥാൻ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് എപ്രകാരമാണ്? മത്സ്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമായ ഭരത്പൂർ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ.
ആദ്യമായി വാറ്റ് നടപ്പാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ്? ചിൽക്ക. കൃത്രിമ ലഗൂണിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ്? പാരാദീപ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽവേ നിലവിൽ വന്ന നഗരമേത്? കൊൽക്കത്ത. തീവണ്ടി എഞ്ചിൻ നിർമ്മിക്കുന്ന ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് എവിടെയാണ്? പശ്ചിമ ബംഗാൾ. ജർമ്മൻ സഹകരണത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാല? റൂർക്കേല. ജർമ്മൻ സഹകരണത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാല? റൂർക്കേല. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഏതാണ്? ജംഷഡ്പൂർ. പഴ സംസ്കരണത്തിന് പേരുകേട്ട ഇന്ത്യൻ സംസ്ഥാനം? ഹിമാചൽ പ്രദേശ്. ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാൺപൂർ. കേന്ദ്ര വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂൺ. രൺഥംബോർ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. പീർ പാഞ്ചൽ മലനിരകൾ കാണപ്പെടുന്ന സംസ്ഥാനമേത്? ഹിമാചൽ പ്രദേശ്. ബക്ര നങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സത്ലജ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗരോർജ ഉൽപാദന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാതാപുരി. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായുള്ള സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്. ഡോങ്ക്രി ഏത് സംസ്ഥാനത്തെ ഭാഷയാണ്? ജമ്മു കാശ്മീർ. വികലാംഗർക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യ സർവകലാശാലയായ ജഗദ്ഗുരു രാമഭദ്രാചാര്യ യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ആസാമിലെ മാജുലി ദ്വീപിൽ ഉത്ഭവിച്ച നൃത്തരൂപം ഏത്? സാത്രിയ. ഗർഭ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഗുജറാത്ത്. കഥക് നൃത്തം ഉത്ഭവിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശ്. സെൻട്രൽ എയർ കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? അലഹബാദ്. ആസാം റൈഫിൾസിന്റെ ആസ്ഥാനം എവിടെയാണ്? ഷിലോങ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ബിനോല. കക്രപ്പാറ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? പട്ടേൽ. ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമേത്? ഗുജറാത്ത്. കിയോ ലാഡിയോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. എല്ലാ ഗ്രാമങ്ങളും വൈദ്യുതീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത്? ഹരിയാന. പ്രസിദ്ധമായ കുരുക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ഇന്ത്യയുടെ അപ്പക്കൊട്ട
എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ലിറ്റിൽ ടിബറ്റ് എന്നറിയപ്പെടുന്ന ആന്ധ്രയിലെ പ്രദേശം ഏത്? ലഡാക്ക്. പഹരി ഭാഷ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സംസാരിക്കുന്നത്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഗജ്ജാർ. ലോകത്തിലെ യോഗയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഋഷികേശ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തർപ്രദേശ്. കോസി അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. സിറ്റി ഓഫ് ജോയ് എന്നറിയപ്പെടുന്ന പട്ടണം ഏത്? കൊൽക്കത്ത. ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഝാർഖണ്ഡ്. കൊട്ടർമ ഖനി എന്ത് പ്രസിദ്ധമാണ്? അബ്രം. ടിൻ അയിര് ലഭിക്കുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം? ഛത്തീസ്ഗഡ്. ഇന്ത്യയുടെ 27ാമത് സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഭുവനേശ്വർ. അഹോം രാജവംശ ഭരണം നടത്തിയിരുന്ന ഇന്ത്യൻ സംസ്ഥാനം? ആസാം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പട്ടേൽ ഏത് സംസ്ഥാനത്തെ പ്രഥമ വനിതാ ഗവർണറായിരുന്നു? രാജസ്ഥാൻ. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കട്ടക്ക്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഹസാരിബാഗ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഝാർഖണ്ഡ്. ഉൾഫയുടെ പൂർണ്ണരൂപം ഏതാണ്? യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ആസാം. ജാലിയൻവാലാബാഗിൽ തെളിയിച്ചിരിക്കുന്ന ദീപം ഏതാണ്? അമർ ജ്യോതി. നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ INA മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മൊയിറാങ്. അക്ഷർധാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യത്തെ സഞ്ചരിക്കുന്ന കോടതി നിലവിൽ വന്നത് എവിടെ? ഹരിയാന. രാജസ്ഥാനിലെ ദിൽവാര ക്ഷേത്രത്തിൽ ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈനമതം. ഇന്ത്യയിലെ ആദ്യത്തെ സൗരനഗരം ഏതാണ്? അമൃത്സർ. തടാകങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത്? ഉദയ്പൂർ. പ്രശസ്തമായ കേരാദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഡുംബൂർ തടാകം ഏത് സംസ്ഥാനത്താണ്? ത്രിപുര. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. കാലിക്കോ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ എവിടെയാണ്? ജയ്പൂർ. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായത് എന്ന്?
1965. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സുഖവാസ കേന്ദ്രം നൈനിറ്റാൾ. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന ദ്വാരക ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. സൂറത്ത് ഏത് നദിയുടെ തീരത്താണ്? താപ്തി. ഉത്തർപ്രദേശിന്റെ വ്യാവസായിക തലസ്ഥാനം കാൺപൂർ. കോരാപുട്ട് അലൂമിനിയം പ്രൊജക്ട് ഏത് സംസ്ഥാനത്താണ്? ഒറീസ. ഭഗീരഥിയും അളകനന്ദയും ഒന്നിക്കുന്ന സ്ഥലം പ്രയാഗ്. സപ്തസോദരികൾ എന്നറിയപ്പെടുന്ന കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത്? ആസാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂഗർഭജലം ഉപയോഗിക്കുന്ന സംസ്ഥാനം? പഞ്ചാബ്. ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏത്? മൻവാൽ. മണിക് സർക്കാർ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ത്രിപുര. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് തുരങ്കം? ബനിഹാൾ ടണൽ, ജമ്മു കാശ്മീർ. രണ്ടാമത് ജവഹർ ടണൽ. ബക്സാർ ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ലോക് നായക് ജയപ്രകാശ് നാരായണൻ വിമാനത്താവളം എവിടെയാണ്? പാറ്റ്ന. കോസി പദ്ധതിയുടെ നിർമ്മാണത്തിൽ ബീഹാറുമായി സഹകരിച്ച രാജ്യം? നേപ്പാൾ. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം? നാഗാലാൻഡ്. ഫറാക്ക ബാരേജ് ഏത് നദിയിലാണ്? ഗംഗ. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം എവിടെയാണ്? കൊൽക്കത്ത. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പോങ് അണക്കെട്ട് ഏത് നദിയിലാണ്? ബിയാസ്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇംഫാൽ. ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത്? മണിപ്പൂർ. കുന്നുകളിൽ വസിക്കുന്ന ജനങ്ങളുടെ നാട് എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം? മിസോറം. ഗേത്രി ഖനി ഏത് ധാതുവിനാണ് പ്രസിദ്ധം? ചെമ്പ്. രാജസ്ഥാൻ സംസ്ഥാനം നിലവിൽ വന്ന വർഷം? 1956. പാടല നഗരം അറിയപ്പെടുന്നത്? ജയ്പൂർ. പഞ്ചാബ്. ഗൗഡ ദേശം എന്നറിയപ്പെടുന്ന പ്രദേശം? പശ്ചിമ ബംഗാൾ. മൈഥിലി ഏത് സംസ്ഥാനത്തെ ഭാഷയാണ്? ബീഹാർ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽ തുരങ്കമായ പീർ പാഞ്ചൽ ടണൽ ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ഉജ്ജയന്ത പാലസ് ഏത് സംസ്ഥാനത്താണ്? ത്രിപുര. റെയിൽവേ ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? സിക്കിം. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ വനിതാ കോടതി നിലയിൽ വന്നത് എവിടെ? മാൾഡ.
ചൈനയുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന ചുംബി വാലി എവിടെയാണ്? സിക്കിം. ലാപ്പാട്ടിയ എന്നീ ഭാഷകൾ നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം? സിക്കിം. ഇന്ത്യയുടെ കുമിൾ നഗരം ഏത്? സോളൻ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ്? അഖിലേഷ് യാദവ്. ഉത്തരാഖണ്ഡിൽ 2013 സംഭവിച്ച പ്രളയത്തിൽ വ്യോമസേന നടത്തിയ രക്ഷാപ്രവർത്തനം അറിയപ്പെടുന്നത് എപ്രകാരം? ഓപ്പറേഷൻ റാഹത്ത്. ഗൂർഖാലാൻഡ് സംസ്ഥാന രൂപീകരണ പ്രക്ഷോഭം നടക്കുന്ന സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ബരാബതി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് സംസ്ഥാനത്താണ്? ഒറീസ. ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? ഛത്തീസ്ഗഡ്. ഉത്തരാഖണ്ഡ് നിലവിൽ വന്നത് എന്ന്? 2000 നവംബർ 9. ഇന്ത്യയിൽ മുഖ്യമന്ത്രി പദവിയിലെത്തിയ ആദ്യത്തെ IAS കാരൻ ആരാണ്? അജിത്ത്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം? റാന്നി. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനം? റായ്പൂർ. ദന്തേവാഡെ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ടാറ്റ. ദേവഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം? ഉത്തരാഖണ്ഡ്. ജാർഖണ്ഡ് നിലവിൽ വന്നത് എന്ന്? 2000 നവംബർ 1. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം ഏതാണ്? ഡെറാഡൂൺ. നന്ദാദേവി കൊടുമുടി എവിടെയാണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ്? ദഹരി. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്? ജിം കോർബറ്റ്. സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? റൂർക്കി. ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? 2000 നവംബർ 1. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം? 1973. ജാർഖണ്ഡിന്റെ സംസ്ഥാന മൃഗം ഏതാണ്? ആന. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് എവിടെയാണ് സ്ഥാപിതമായത്? റൂർക്കി. മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്തെ സമ്പദ് വ്യവസ്ഥയാണ്? ഉത്തരാഖണ്ഡ്. റാഞ്ചി ആണ്. കൽക്കരി ഏതുതരം ശിലയാണ്? അവസാദ ശില. കൽക്കരിയുടെ ഏറ്റവും മുന്തിയ ഇനമേത്? ആന്ത്രസൈറ്റ്. ലോകത്തിന്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഋഷികേശ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. രാം ഗംഗ നദി ഒഴുകുന്ന ദേശീയ ഉദ്യാനം? ജിം കോർബറ്റ്. ഭാരത് മാതാ ക്ഷേത്രം എവിടെയാണ്? ഹരിദ്വാർ. ജോളി ഗ്രാന്റ് വിമാനത്താവളം ഏത് നഗരത്തിലാണ്? ഡെറാഡൂൺ. ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്നത്? ധാൻബാദ്.
2011 ദേശീയ ഗെയിംസിന്റെ വേദി റാഞ്ചി. കീനൻ സ്റ്റേഡിയം ഏത് നഗരത്തിലാണ്? ജംഷഡ്പൂർ. ഹസാരിബാഗ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. സാന്താൾ കലാപം നടന്ന വർഷം 1855 മുതൽ 1856 വരെ. ഇന്ത്യയുടെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ്. ഹരിദ്വാർ ഏത് നദീതീരത്താണ്? ഗംഗ. കൊഡർമ ഖനി എന്തിന് പ്രസിദ്ധമാണ്? അബ്രം. ജാദുഗുഡ യുറേനിയം ഖനി എവിടെയാണ്? റാഞ്ചി. 2011 ഇന്ത്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടുമ്പോൾ ക്യാപ്റ്റൻ ആരായിരുന്നു? MS ധോനി. സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ്? ഡെറാഡൂൺ. സ്കൂൾ ഓഫ് മൈൻ എവിടെയാണ്? ധാൻബാദ്. ഫുൾ ഓഫ് സർപ്രൈസ് എന്നത് ഏത് സംസ്ഥാനത്തിന്റെ ആപ്തവാക്യാണ്? ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ ആദിവാസി സംസ്ഥാനം ജാർഖണ്ഡ്. 2 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആര്? ND തിവാരി. ഹരിദ്വാർ, നാസിക്, പ്രയാഗ് എന്നിവ കൂടാതെ കുംഭമേള നടക്കുന്ന നഗരമേത്? ഉജ്ജയിനി. ഇന്ത്യൻ പെട്രോളിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന മൃഗമേത്? കസ്തൂരിമാൻ. ഛത്തീസ്ഗഡ് ഹൈക്കോടതി എവിടെയാണ്? ബിലാസ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഏത്? ജംഷഡ്പൂർ. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? ജാർഖണ്ഡ്. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമായ വർഷം 1972. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെയാണ്? ഡെറാഡൂൺ. തെഹ്രി അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭഗീരഥി. IAS അക്കാദമി എവിടെയാണ്? മസൂറി. ബാൽക്കോ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? ഛത്തീസ്ഗഡ്. കോർബ എന്തിന് പ്രസിദ്ധമാണ്? താപനിലയം. രാജാജി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. മാവോവാദികൾക്കെതിരെ സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ പേര് എന്തായിരുന്നു? ഗ്രീൻ ഹണ്ട്. ജ്യോതിർമഠം എവിടെയാണ്? ബദ്രിനാഥ്. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി എവിടെയാണ്? നൈനിറ്റാൾ. അൽമോറ ടൂറിസ്റ്റ് കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഏതാണ്? ലിഗ്നൈറ്റ്. ലോകത്തിന്റെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കാനഡ. ഒറീസ എന്തിന് പ്രസിദ്ധമാണ്? മാംഗനീസ്. ഉത്തരാഖണ്ഡ് നിലവിൽ വന്ന വർഷം 2000. പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന പ്രദേശമേത്? ഗുവാഹട്ടി.
രാസവളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംസ്ഥാനം പഞ്ചാബ്. തടി കൂടിയവരുടെ സംസ്ഥാനം എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ്. ഗോതമ്പ് ഉപഭോഗത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? കോണാർക്ക് സൂര്യക്ഷേത്രം. ഇന്ത്യയുടെ സ്പോർട്സ് നഗരം എന്നറിയപ്പെടുന്നത് ഏത്? ജലന്ധർ. ഇന്ത്യയുടെ രാസവള നഗരം എന്നറിയപ്പെടുന്നത് ഏത്? നങ്കൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ശൃംഖലകൾ ഉള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. ഡൽഹി ഇന്ത്യ ഗേറ്റിൽ തെളിയിച്ചിരിക്കുന്ന ദീപത്തിന്റെ പേര് എന്താണ്? അമർ ജവാൻ ജ്യോതി. സ്വതന്ത്ര ജ്യോതി തെളിയിച്ചിരിക്കുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലെ പോർട്ട് ബ്ലെയറിൽ. ഇന്ത്യയിലെ വലിയ റോഡ് തുരങ്കമായ പനിഹാൽ ടണൽ ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ചെമ്പിന് പ്രസിദ്ധമായ ഗേത്രി ഖനി ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ വനിതാ കോടതി ആയ മാൽഡ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ കുമിൾ നഗരമായ സോളൻ ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഓപ്പറേഷൻ കൊക്കൂൺ എന്തുമായി ബന്ധപ്പെട്ടതാണ്? വീരപ്പനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ളത്. ഓപ്പറേഷൻ സൈക്ലോൺ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മുംബൈ താജ് ഭീകരാക്രമണം. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ. മുംബൈ പോർച്ചുഗീസുകാരിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത് ഏതു വർഷമാണ്? 1661. ഇന്ത്യൻ റെയിൽവേ വന്നതെന്ന്? 1853. പ്രാർത്ഥനാ സമാജം സ്ഥാപിതമായ വർഷം? 1867. ആര്യ സമാജം സ്ഥാപിതമായത് എവിടെ? മുംബൈ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് എന്ന്? 1885. ജനുവരി 9 പ്രത്യേകത എന്ത്? പ്രവാസി ദിനം. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ആഗസ്റ്റ് 9. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയത് എന്ന്? 1928. നാവിക കലാപം നടന്ന തുറമുഖം? മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടന്ന നഗരം? മുംബൈ. ഇന്ത്യയിൽ ആദ്യമായി സിനിമാ പ്രദർശനം നടന്ന നഗരം? മുംബൈ. മുംബൈ കലാപം അന്വേഷിച്ച കമ്മീഷന്റെ പേര് എന്താണ്? ശ്രീകൃഷ്ണ കമ്മീഷൻ. മുംബൈ ഭീകരാക്രമണം നടന്നത് എന്ന്? 2008 നവംബർ 26. LIC സ്ഥാപിതമായത് എന്ന്? 1956. SBI യുടെ ആദ്യകാല പേര് എന്താണ്? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ATM വന്ന വർഷം? 1987. മധ്യ റെയിൽവേയുടെ ആസ്ഥാനം? മുംബൈ. മലബാർ ഹിൽസ് എവിടെയാണ്? മുംബൈ.
മുംബൈ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? സഞ്ജയ് ഗാന്ധി. ശിവാജി എയർപോർട്ട് ഏത് നഗരത്തിലാണ്? മുംബൈ. BCCI ആസ്ഥാനം എവിടെയാണ്? മുംബൈ. ഇന്ത്യയിലെ മുന്തിരി നഗരമെന്ന് അറിയപ്പെടുന്നത് നാസിക്. ഇന്ത്യയിലെ ഓറഞ്ച് നഗരം എന്ന് അറിയപ്പെടുന്നത് നാഗ്പൂർ. അംബേദ്കർ സ്റ്റേഡിയം ഏത് നഗരത്തിലാണ്? ഡൽഹി. അംബേദ്കർ എയർപോർട്ട് ഏത് നഗരത്തിലാണ്? നാഗ്പൂർ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ശിഷ്യൻ ആരാണ്? നെഹ്റു. ഗാന്ധിജിയുടെ ആത്മീയ ശിഷ്യൻ ആരാണ്? വിനോബ ഭാവെ. ഗാന്ധിജി ഭൂദാൻ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? വിനോബ ഭാവെ. സേവാഗ്രാം ആശ്രമം എവിടെയാണ്? വാർത്ത. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. ബോംബെ ഓഹരി വിപണിയുടെ പേര് എന്താണ്? സെൻസെക്സ്. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആര്? ഗോഖലെ. നാസിക് ഏത് നദീതീരത്താണ്? ഗോദാവരി. രാജ ഹരിശ്ചന്ദ്ര പുറത്തിറങ്ങിയ വർഷം 1913. ഭരത് അവാർഡ്, ഉർവശി അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1968. പ്രഥമ ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരാണ്? ദേവിക റാണി. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന നഗരം? പൂനെ. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? മഹാരാഷ്ട്ര. ഇന്ത്യയുടെ 12ാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? പ്രതിഭ പാട്ടീൽ. ലിറ്റിൽ മാസ്റ്റർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഗവാസ്കർ. സച്ചിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് എന്നാണ്? 1989. ആഖാ ഖാൻ കൊട്ടാരം എവിടെയാണ്? പൂനെ. കുടുംബാസൂത്രണ പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം? 1952. നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ്? പട്ടക് വസാല. നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയാണ്? ഡൽഹി. സെൻസർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഗോഖലെ. വിക്ടോറിയ ടെർമിനൽസ് എവിടെയാണ്? മുംബൈ. ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ നഗരം? മുംബൈ. മഹാരാഷ്ട്രയുടെ 2ാം തലസ്ഥാനം? നാഗ്പൂർ. ശിവജിയുടെ തലസ്ഥാനം? റായ്ഗഡ്. ദേശീയ കാലാവസ്ഥാ പഠന കേന്ദ്രം എവിടെയാണ്? പൂനെ. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ശിവജി. ഔറംഗസേബിന്റെ ശവകുടീരം എവിടെയാണ്? ഔലത്താബാദ്. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത്? ബിബി കാ മക്ബറ. അജന്ത ഗുഹാചിത്രങ്ങളിലെ പരാമർശം ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ്? ബുദ്ധമതം. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? കൃഷ്ണൻ ഒന്നാമൻ. എലിഫന്റ ഗുഹകൾ എവിടെയാണ്? മുംബൈ. INS കുഞ്ഞാലി എവിടെയാണ്? മുംബൈ. ജിന്ന ഹൗസ് ഏത് നഗരത്തിലാണ്? മുംബൈ. 1900 പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി.
ബോംബെ ബോംബർ എന്നറിയപ്പെടുന്നത് സച്ചിൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആധാർ ഗ്രാമം തോംബ്ലി. ഇന്ത്യയിൽ ആണവശാസ്ത്രത്തിന്റെ പിതാവ് HJ ബാബ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം താരാപൂർ. അഷ്ടപ്രധാൻ ആരുടെ സദസ്സിലാണ് ഉണ്ടായിരുന്നത്? ശിവജി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈ. കൊങ്കൺ റെയിൽവേ ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്നത് ആരാണ്? MF ഹുസൈൻ. എലിഫന്റ ഗുഹകൾ എവിടെയാണ്? മുംബൈ. മറാത്തി, കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത് എവിടെയാണ്? നാസിക്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഏത് നഗരത്തിലാണ്? മുംബൈ. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? നവറോജി. മീൻ ചർച്ച. കൊങ്കൺ റെയിൽവേയുടെ നീളം 760 കിലോമീറ്റർ. മാഗ്സസെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? വിനോബ ഭാവെ. കസ്തൂർബ ഗാന്ധിയുടെ സമാധി സ്ഥലം ആഗാഖാൻ. അംബേദ്കർ ജയന്തി എന്നാണ്? ഏപ്രിൽ 16.